അപ്പം മിഷൻ നമ്പർ 1 നിരഞ്ജൻ സ്റ്റാർട്ട് ചെയ്യുമല്ലേ? അതെ, അതും പറഞ്ഞ 4 അനിയന്മാരും തൻ്റെ ചേച്ചിക്ക് വേണ്ടിയുള്ള കവചം തീർക്കുമായിരുന്നു. മോളെന്താ ഇവിടെ തന്നെ ഇരിക്കുന്നേ? കിടക്കുന്നില്ല വന്ന്? വിമല വരുമ്പോൾ മുന്നിലെ ഡോർ തുറന്ന് കിടക്കുമായിരുന്നു. സമയം 11 കഴിഞ്ഞു. ദേവന്റെ റൂം അടച്ചിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അടയ്ക്കാൻ വിട്ടുപോയതാവുമോ എന്ന് കരുതി വിമല വരുമ്പോൾ കാണുന്നതും പുറത്തെ തിണ്ണയിലിരുന്നു ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുന്ന മീരയാണ് കണ്ടത്. അടുത്തു വന്ന് മീരയുടെ മുടിയിൽ തലോടി ചോദിക്കുമ്പോൾ അവളൊരു ചിരിയോടെ അവരെ നോക്കി. ഉറക്കം വന്നില്ല, അതാ ഞാൻ. രാവിലെ പോകേണ്ട മോൾക്ക് പോവണം, എന്നിട്ടാണോ ഇങ്ങനെ ഉറക്കം വരില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്? അവൾ മൗനമായി. എനിക്കറിയാം, ദൈവം പറഞ്ഞ മോളെ അത്രമാത്രം വേദനിപ്പിച്ചല്ലേ. ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ തന്നെ അത് കാര്യേക്കണ്ടെന്ന്. അവന് മോൾക്ക് അറിയാവുന്നതല്ലേ. ദേവേട്ടൻ പറഞ്ഞ് ശരിയല്ല അമ്മേ. ഞാൻ കാരണം അനീഷേട്ടനും ജിതിനേട്ടനും കൂടെ അവളുടെ ശത്രുക്കളാക്കേണ്ടി വന്നില്ലേ? മോളെ ദ്രോഹിച്ചിട്ടല്ലേ? ഇനി അഥവാ അവൻ അവർക്കെതിരെ വന്നാൽ എങ്ങനെ നേരിടണമെന്ന് അവർക്ക് നന്നായി അറിയാം. പിന്നെ ദേവൻ അനീഷിനെയോ ജിതിനെയോ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവൻ നോക്കി നിൽക്കില്ല, തിരിച്ചു കൊടുക്കും. അതിനെൻ്റെ മോൻ മിടുക്കനാണ്. അവന് ഇഷ്ടമുള്ളവരെ നോവിച്ച വെറുതെ ഇരിക്കില്ല. ആ സമയം അവൻ്റെ മുന്നിൽ നിരഞ്ജനല്ല, കാലം വന്നു നിന്നാലും തോറ്റു കൊടുക്കില്ല. പക്ഷെ എനിക്ക് വേണ്ടി ഒന്നിനും വരില്ലല്ലോ. നീ ഇങ്ങനെ മാറിയെന്ന അവനിൽ നിന്നും എന്നും അകന്ന് നിൽക്കാനേ കഴിയൂ. ഞാൻ എന്ത് ചെയ്താലും ഈ ജന്മം ആ ഹൃദയത്തിൽ എനിക്കായി ഒരു പ്രണയവും ഉണ്ടാവില്ല അമ്മേ. എനിക്ക് മനസ്സിലാവും മോളെ എന്തുകൊണ്ടാണ് മോളിങ്ങനെ പറയുന്നതെന്ന്. അമ്മ അതുകൊണ്ട് തന്നെ അത് തന്നെ പറഞ്ഞു മോളെ വിഷമിപ്പിക്കാൻ നിൽക്കുന്നില്ല. പക്ഷെ അമ്മയ്ക്ക് ഉറപ്പുണ്ട്, എൻ്റെ ദേവൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങുന്ന ഒരു സമയമുണ്ടാവുമെന്ന്. മീര അവരെ ഉറ്റുനോക്കി. മോൾ അമ്മയ്ക്കൊരു വാക്ക് തരുമോ? അമ്മ എന്തെങ്ങനെ ചോദിക്കുന്നത്? ഞാൻ അമ്മയുടെ മോളല്ലേ. അപ്പം പിന്നെ അമ്മയ്ക്ക് എന്നോട് അനുവാദം ചോദിച്ച് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അമ്മ പറയുന്ന കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. വിമല അവളുടെ കാര്യങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു. എൻ്റെ ദൈവം പാവമാണ്, സ്നേഹിക്കാൻ മാത്രം അറിയൂ. ഇപ്പം അവൻ ചെന്ന് പെട്ടിരിക്കുന്നത് ഒരു ചതിയിലാണെന്ന് അറിയുന്നില്ല. അറിയുമ്പോൾ അവൻ തകരും. അന്ന് ഞാൻ കാണുമെന്നറിയില്ല. അവൻ ഒരിക്കലും ഒറ്റയ്ക്കാവരുത്. ഞാൻ പോയാലും എൻ്റെ മോന് കൂട്ടായി മോളുണ്ടാവണമെന്നു. അത് പറയുമ്പോൾ അവരുടെ കണ്ണുനീർ അവളുടെ കരങ്ങളിൽ വീണു. അതവളെ പൊള്ളിക്കുന്ന പോലെ തോന്നി. അവൾ അമ്മയെ ചേർത്ത് പിടിച്ചു. ഒരിക്കലും ദേവേട്ടനെ എവിടെ ആയിരുന്നാലും ഒറ്റയ്ക്കാക്കില്ലെന്ന്. ഇതിലാരാ സിദ്ധു? മുന്നിൽ നിൽക്കുന്ന സിദ്ധുവിനെയും വിച്ചുവിനെയും സച്ചുവിനെയും അപ്പുനെയും നോക്കി ദത്തൻ ചോദിച്ചു. ആ സമയം ദത്തൻ എന്നയാളെ 4 പേരും ചേർന്ന് നോക്കുവാണ്. നിരഞ്ജനെ തല്ലിക്കിടത്താൻ പറ്റിയ അയാൾക്ക് തക്കെതിരാളിയാണോ എന്ന്. അതെ, നിരഞ്ജനെ പറ്റിയാൽ തന്നെ ഒത്ത പൊക്കവും അതിനൊത്ത വണ്ണവും ഫിറ്റായ ബോഡിയും അവൻ്റെ കണ്ണുകളിൽ നോക്കിയാൽ തന്നെ ഭയവും തോന്നും. അതുപോലെ ഒരാൾ. ഞാനാണ് സിദ്ധു. അപ്പോൾ നീയായിരുന്നല്ലേ വിളിച്ചത്? അതെ, ഞാൻ ഈ പിള്ളേർ സെറ്റ് ഏൽപ്പിക്കുന്ന പുലിവാലൊന്നും പിടിക്കില്ല. പിന്നെ കാർത്തി പറഞ്ഞ മറുത്തൊരു വാക്കെനിക്കില്ല. അങ്ങനെയാണ് ഞാനും അവന് തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ സഹായിക്കുന്നു ഏറ്റത്. അയാൾ എനിക്ക് നടക്കരുത്, കുറച്ച് നാള് ആ രീതിയിൽ കിടത്തണം. അതൊക്കെ ഞാൻ ഏറ്റു. എന്നത്തേക്ക് പണി കൊടുക്കുന്നത് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഉണ്ട്, നാളെ തന്നെ കൊടുക്കണം. നാളെ അവൻ എവിടെ ഉണ്ടാവും എന്നുള്ളത് അന്വേഷിച്ച് എന്നോട് പറഞ്ഞാൽ മതി. ബാക്കി ഞാനും പിള്ളേരും നോക്കിക്കോളാം. ചേട്ടാ, വിരോധമില്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും വന്നോട്ടെ, മുഖം മറിച്ചാരും കാണാതെ. എന്തിന്? ഞങ്ങളുടെ പെങ്ങളെ തൊട്ടവനെ ഞങ്ങൾക്കൊന്ന് പെരുമാറാൻ ആഗ്രഹമുണ്ട്. ആദ്യം അവൻ എവിടെ ഉണ്ടെന്ന് അറിയിക്കാം, ബാക്കി അപ്പം നോക്കാം. എനിക്ക് മീരം അതത് പോണം. അതും പറഞ്ഞ് നിരഞ്ജന്റെ മകൾ അനിക്കുട്ടി കയ്യിലിരുന്ന പാവ വനജയ്ക്ക് നേരെ എറിഞ്ഞു. വനജ ദേഷ്യത്തിൽ അനിക്കുട്ടി ആഞ്ഞു തല്ലി. അസത്തെ, നിന്റെ തള്ള പോലും തിന്നാനും കുടിക്കാൻ തന്നു വളർത്തുമ്പോൾ അഹമ്മതി കാണിക്കുന്നു. അതും പറഞ്ഞ് കുഞ്ഞിനെ വീണ്ടും തല്ലാൻ വരുമ്പോൾ മുകുന്ദൻ അവിടേക്ക് വന്നു. കുഞ്ഞിനെ എടുത്ത് ചേർത്ത് പിടിച്ചു. അനിക്കുട്ടി പേടിച്ചു. തൻ്റെ മുത്തശ്ശനെ ചുറ്റിപ്പിടിച്ചു. നിനക്കെന്താ വനജെ? അവളെ കുഞ്ഞല്ലേ, ഇങ്ങനെയാണ് കുഞ്ഞുകൊണ്ട് പെരുമാറേണ്ടത്. ഇവളോടൊക്കെ ഇങ്ങനെ പെരുമാറാനേ പറ്റൂ. തള്ളയുടെ വിത്തല്ലേ. അവളെ ചതച്ചപ്പോൾ ഇതും കൂടെ പോയെങ്കിൽ എൻ്റെ മോന് സമാധാനം കിട്ടിയേനെ. അത്രയ്ക്ക് കുഞ്ഞിനെ വേണ്ടെന്നാണെങ്കിൽ ഇവിടെ അവകാശം പറഞ്ഞ് കവിതയുടെ ആങ്ങളമാർ വന്നപ്പോൾ എന്തുകൊണ്ട് കൊടുത്തില്ല? അവർ ഈ കുഞ്ഞിന് വേണ്ടി ഇപ്പോൾ നിയമപരമായി തന്നെ പോകുന്നുണ്ട്. എവിടെ പോലും കുഞ്ഞിനെ കിട്ടില്ല. മീര അവൾ എൻ്റെ മോൻ്റെ അടുത്ത് വരണമെങ്കിൽ ഈ നാശം പിടിച്ച് ഇവിടെ വേണം. ഇതിന് വല്ലം പറ്റുന്ന അവൾക്ക് സഹിക്കില്ല. അതുകൊണ്ട് വരുത്തും ഞാനും എൻ്റെ മോനും. എന്നിട്ട് അതിനുശേഷം ഇതിനാര് കൊണ്ടുപോയാലും എന്നെ എൻ്റെ മോനെയും ബാധിക്കുന്ന ഒന്നല്ല. നോക്കുവാനും ഇതൊക്കെ തെറ്റാണ്. നിന്നെയും മോനെയും പേടിച്ച് ജീവിക്കുന്നവനല്ല ഞാൻ. ആ കാലം കഴിഞ്ഞു. ഇനിയും നിനക്ക് നിൻ്റെ മോനും
സ്വന്തം ഇഷ്ടത്തിന് ഓരോന്ന് കാണിച്ച് മറ്റുള്ളവർ ദ്രോഹിക്കാനാണ് പുറപ്പാടെങ്കിൽ ഈ വീട്ടിൽ പിന്നെ നീയും നിന്റെ മോനും ഉണ്ടാവില്ല. ഈ വീട് നിങ്ങളുടെ പേരിലാണെന്നുള്ള അഹങ്കാരം കൊണ്ടല്ലേ അത് പറഞ്ഞു തന്നെ. എന്ന ഒരു കാര്യം നിങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതേ. ഈ നിമിഷം വേണമെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും. കാരണം കൂടുള്ളത് എൻ്റെ മോൻ നിരഞ്ജനാണ്. നിങ്ങളെക്കാൾ ഇരട്ടി സമ്പാദിച്ചിട്ടുണ്ട് എൻ്റെ മോൻ. വീടിന് വീടായാലും പണത്തിന് പണമായാലും എല്ലാം. അതുകൊണ്ട് നിങ്ങളുടെ ഈ പറച്ചിൽ ഒന്നും ഈ വനജ കുലുങ്ങില്ല. എന്നാൽ ഒന്നോർത്ത് വനജെ, മറ്റൊരാളുടെ കണ്ണീർ കൊണ്ട് നിന്റെ മകൻ കുറഞ്ഞ കാലം കൊണ്ട് ഇത്രയ്ക്ക് ഉണ്ടാക്കിയത് അതൊന്നും അധികം നാൾ നിൽക്കില്ലെന്ന് ഓർത്താൻ നിനക്കും നിന്റെ മോനും നല്ലത്. മീര ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്ന് ജിതിൻ വിളിച്ചു. സോറി. ജിതിൻ അത് പറയുമ്പോൾ അവൾ അവനെ എന്തിനുള്ള രീതിയിൽ നോക്കി. താൻ ഇത്രയ്ക്ക് അനുഭവിച്ചു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനും അതിൻ്റെ ഇടയ്ക്ക് തന്നെ വല്ലാതെ നോവിച്ചല്ലേ. എനിക്കതൊക്കെ ഇപ്പോൾ ശീലമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരോടും പരാതിയോ പരിഭവമോ ഇല്ല എനിക്ക്. അത് തൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് അങ്ങനെ. അതിനവൾ ചിരിച്ചുകൊണ്ട് മുന്നിലേക്ക് നടക്കാനും ജിതിൻ പറഞ്ഞു. ഞാൻ ഇനി ശല്യം ചെയ്യില്ല. പക്ഷെ നിനക്ക് വേണ്ടി കാത്തിരിക്കും. ദേവനോട് ഡിവോഴ്സ് ചെയ്യുന്നവരെ. അത് കഴിഞ്ഞ എന്നേക്കുമായി നീ എൻ്റേതായിരിക്കും. ഒരിക്കൽ പോലും നിന്റെ കണ്ണുകൾ നിറയാതെ നോക്കിക്കോളാം ഞാൻ. ദൈവത്തെ എന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ മനസ്സിൽ ആ ഒരാൾ മാത്രമായിരിക്കും എന്നും. അത് ഞാൻ എവിടെയായിരുന്നാലും ജിതിനേട്ടന് നല്ലൊരു ജീവിതം മുന്നിലുണ്ട്. അതെന്നെ ഓർത്ത് കളയരുത്. ഞാൻ ഒരിക്കലും ജിതിനേട്ടൻ്റെ ഇനി ആവുകയില്ല. അത്രയും പറഞ്ഞ് മീര പോകുമ്പോൾ ജിതിൻ അവളെ തന്നെ നോക്കി നിന്നു. നിരഞ്ജൻ എവിടേക്ക് പോകുന്നു വരുന്നെന്ന് സിദ്ധു, വിച്ചു, സച്ചു, അപ്പു അവനറിയാതെ തന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം അവർ ആഗ്രഹിച്ച പോലെ നിരഞ്ജനെ ഒറ്റയ്ക്ക് കിട്ടി. ദത്തനും ആൾക്കാർക്കൊപ്പം നിരഞ്ജനെ ആക്രമിക്കാൻ മാസ്ക് ധരിച്ചു. അവർക്കൊപ്പം കൂട്ടത്തിൽ തന്നെ സച്ചു, വിച്ചു, സിദ്ധു, അപ്പു എന്നിവരുണ്ടായിരുന്നു. മുന്നിൽ നിൽക്കുന്നവരെ നിരഞ്ജന് മനസ്സിലായില്ല. എന്നാൽ അത് തനിക്കുള്ള പണിയാണെന്ന് അവിടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ കണ്ടതും മനസ്സിലായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് വന്ന പണിയാണെന്നും പിടികിട്ടില്ല. കാരണം കുറേയേറെ ശത്രുക്കൾ ഒരിടക്കാലം കൊണ്ട് തന്നെ സ്വന്തമാക്കി അവൻ. മുന്നിൽ നിൽക്കുന്നവർക്ക് നേരെ പാഞ്ഞെടുത്തു മാത്രമേ നിരഞ്ജന് ഓർമ്മ വന്നിരുന്നുള്ളൂ. അതിനു മുമ്പ് അവരുടെ കയ്യിലുള്ള ഇരുമ്പ് ദണ്ട് കൊണ്ട് നിരഞ്ജന്റെ ദേഹം മൊത്തം തല്ലിച്ചതിച്ചു. അതും രക്തം വാർന്നൊഴുക്കുന്നവരെയും. റോഡിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നവനെ ആ 4 അനുജന്മാരെ നോക്കി നിന്നും പുച്ഛത്തോടെ, ഇനിയും തൻ്റെ ചേച്ചിക്ക് നേരെ വന്ന ഇതിലും വലുതായിരിക്കും തനിക്ക് നൽകാൻ പോകുന്ന ശിക്ഷ എന്നതുപോലെ അവനെ നോക്കി നിന്നു. നിരഞ്ജനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. റോഡിൽ കൂടെ പോയ ഏതോ ചരക്ക് വണ്ടിയിൽ ആൾക്കാർ കണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ്. അതും അവരുടെ വണ്ടിയിൽ. വനജ അറിഞ്ഞതു മുതൽ ഒരേ കരച്ചില്. മുഖത്തിൽ ഭാവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു തിരിച്ചടിയിൽ കൂടെ തൻ്റെ മകന് നല്ല ബുദ്ധി വരണേ എന്നൊരു പ്രാർത്ഥനയായിരുന്നു. 6 മാസത്തോളം ബെഡിൽ നിന്ന് എഴുന്നേൽക്കാനാവില്ല. അതുപോലെ അടിയാണ് മകന് കിട്ടിയത്. അവർ ഈ സമയം തൻ്റെ മകന്റെ കിടപ്പിന് കാരണക്കാരെ പ്രാകാൻ തുടങ്ങി. എന്നാൽ അവർ അറിഞ്ഞില്ല താൻ ഈ പറയുന്ന ശാപവാക്കുകൾ തനിക്കും തൻ്റെ മകനു തന്നെ തിരിച്ചടി എന്നുള്ളത്. മാറ്റമില്ലാതെ കടന്നുപോയ ഒരു മാസക്കാലം. ഇതിൻ്റെ ഇടയ്ക്ക് ദേവന് മീരയോടുള്ള ഇഷ്ടക്കേട് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഒരു മാറ്റവും വന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് മീര ജോലിക്ക് വിടണ്ട, അത് ശരിയല്ലെന്ന രീതിയിൽ അവനെ തെറ്റിദ്ധരിപ്പിക്കാൻ പലതും പറഞ്ഞു നോക്കി ഗായത്രി. എന്നാൽ അതൊന്നും ഭരിച്ചില്ല എന്നാണ് സത്യം. ഗായത്രിക്ക് അത് വല്ലാത്ത ദേഷ്യം തോന്നിച്ചു ദേവനോട്. എന്നാൽ പുറത്ത് കാണിച്ചില്ല. കാരണം ദേവൻ മീരയെ സ്നേഹിച്ചു തുടങ്ങിയാൽ തന്നേക്കാൾ നല്ലൊരു ജീവിതം അവന് കിട്ടിയാലോ എന്ന് ഭയന്ന്. ഇന്നാണ് മീര പോകുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ അനു വന്നിരുന്നു. മീരയ്ക്ക് കൊണ്ടുപോകാനുള്ള അച്ചാർ ഐറ്റംസ് മൊത്തം അനുവിൻ്റെ അമ്മ വകയായിരുന്നു. അനു ഒരുപാട് നേരം ഇരുന്നിട്ടാണ് പോയതും. അനു പോയതും അനീഷും മഞ്ജും മാളൂട്ടിയും വന്നു. മീരയ്ക്ക് വേണ്ടി അവരും കുറേയേറെ സാധനങ്ങൾ കരുതിയിരുന്നു. ഇതൊക്കെ എന്താ അനീഷേട്ടാ, ഞാൻ എല്ലാ മാസവും ഇങ്ങോട്ട് തന്നെ വരില്ലേ? എല്ലാവരും ഇങ്ങനെയൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ എന്നെ എന്തോ നാട് കടത്തുന്ന പോലെ ഫീലാണ്. നീ എങ്ങനെ കരുതിയാലും ശരി, ഞങ്ങളിതൊക്കെ വാങ്ങിത്തരും. കാരണം നിന്നെ ഞാൻ എൻ്റെ പെങ്ങളായി ദത്തെടുത്ത് കഴിഞ്ഞില്ലേ? അനീഷ് അത് പറയുമ്പോൾ മീര അവനെ നോക്കി പുഞ്ചിരിച്ചു. മാൾട്ടി മീര പോകുന്ന അറിഞ്ഞത് മുതൽ ഒരേ സങ്കടത്തിലാണ്. പോകരുതെന്ന് പറഞ്ഞ് പെണ്ണ് മീരയെ ചുറ്റി തന്നെ നടപ്പാണ്. രാത്രിയിൽ ഒരുവിധം മാളുവിന് ഓരോന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ചു. അനീഷും മഞ്ജുവും കൊണ്ടുപോയിരുന്നു. മീര ബാഗിലെല്ലാം പാക്ക് ചെയ്തു വെക്കുമ്പോൾ അവൾക്കരികിൽ വിമല വന്നിരുന്നു. കണ്ണുകൾ നനഞ്ഞിരുന്നു. ഞാൻ പോകുമ്പോൾ സന്തോഷത്തോടെ യാത്ര അയക്കേണ്ട ഇടത്ത് ഇങ്ങനെ കരയുവാണ് വേണ്ടത്. ഇത് സന്തോഷം കൊണ്ടാണ്. എൻ്റെ ദേവൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടാവില്ലെന്ന് വിചാരിച്ചു. അവിടേക്ക് മോള് വന്നില്ലേ? കുറച്ച് ദിവസം എനിക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ മോളേക്കാൾ എന്നെ സ്നേഹിച്ച് കൂടെ നിന്നില്ലേ? ഉറങ്ങിക്കിടക്കുന്ന വീടിന് അനക്കം വന്നതുപോലും മോള് വന്ന ശേഷമാണ്. ഇനി മോള് പോകുമ്പോൾ വീണ്ടും അമ്മ ഒറ്റയ്ക്ക്. ഞാൻ എന്നും വിളിക്കല്ലേ,
പിന്നെ ഞാൻ വാങ്ങിത്തന്ന ഫോണിലാവുമ്പോൾ എനിക്ക് അമ്മയെ വീഡിയോ കോളും വിളിക്കാം. അമ്മ ആഗ്രഹിക്കുമ്പോൾ എല്ലാം എന്നെ കാണാൻ പറ്റും. എല്ലാ മാസവും ലീവിന് വരണം. അമ്മ കാത്തിരിക്കും മോളെ. വരും. അനീഷിനെ വിളിച്ചു മോളെ. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടാക്കാനായി ഏട്ടൻ പറഞ്ഞു കൊണ്ടാക്കാന്ന്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ചിലപ്പോൾ എന്നെ കൊണ്ടാക്കിയിട്ട് ചേട്ടനും ചേച്ചിയും മാൾട്ടിയും അമ്മയ്ക്ക് പോകുമ്പോൾ സഹിക്കില്ല. ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞു. അവൻ പറഞ്ഞു വിളിച്ചാൽ മതി വരാമെന്ന്. ഈ സമയം ദേവൻ വന്നു. വിമല നേരെ ദേവൻ്റെ അടുത്ത് ചെന്നു. ദേവ, മോള് പോകുക. ഇന്ന് പാലക്കാട്ട്. നല്ലതല്ല അതിന്. മോളൊന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വരെ ആക്കാമോ നീ? എനിക്ക് പറ്റില്ല. അനീഷേട്ടനും അഞ്ചും ഉണ്ടല്ലോ, അവരോട് പറയും. അവർക്കിപ്പം മാളൂട്ടിയും കാണും. ഒന്നാതെ മോള് പോകുന്നതിൽ വലിയ സങ്കടത്തിലാണ്. പോകുന്നത് കൂടെ കണ്ട പിന്നെ പറയണ്ട. നിനക്ക് മോള് നിന്റെ ജീവിതത്തിൽ നിന്ന് പോകാനുള്ള ആഗ്രഹം. അപ്പം ഞാൻ കരുതി പറയുമ്പോൾ നീ കൊണ്ടാക്കുമെന്ന്. ഇനി അതോ കാര്യത്തോടെ അടുത്തപ്പോൾ എൻ്റെ മോള് നിനക്ക് വിട്ടുപോകാൻ മനസ്സില്ലാതായോ? അമ്മ വേണ്ടാത്ത ചിന്തിക്കേണ്ട. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അവൾ എത്രയും പെട്ടെന്ന് പോയി തന്ന അത്രയും നല്ലതെന്ന് കരുതി ഇരിക്കുവാ ഞാൻ. അവരോട് ഇറങ്ങാൻ പറ, ഞാൻ തന്നെ കൊണ്ടാക്കാം. ഇതേപ്പറ്റി ഒരു സംസാരം ഇവിടെ വേണ്ട. അത്രയും പറഞ്ഞ് ദേവൻ പോകുമ്പോൾ വിമല മനസ്സിൽ ആഗ്രഹിച്ച് നേടിയെന്ന സന്തോഷമായിരുന്നു അവരിൽ. ദേവൻ കൊണ്ടാക്കുന്ന വിമല പറയുമ്പോൾ മീരയിൽ അമ്പരപ്പായിരുന്നു. പിന്നെ അവൾക്ക് മനസ്സിലായി താൻ ഒഴിഞ്ഞു പോകുന്ന സന്തോഷത്തിലാണ് കൊണ്ടാക്കാൻ സമ്മതിച്ചെന്ന്. മോൾ നോക്കിക്കോ, അവന് മാറും, അമ്മയ്ക്ക് ഉറപ്പുണ്ട്. അതിനവൾ ചിരിച്ചെന്ന് വരുത്തി. ബാഗെല്ലാം പാക്ക് ചെയ്ത് വരുമ്പോൾ അനീഷിൻ്റെ കാറെടുത്ത് ദേവനും വന്നിരുന്നു. ബാക്ക് ഡോർ തുറന്ന് ബാഗെല്ലാം വിമലയും മീരയും ചേർന്ന് വെച്ചു. അവസാനം മീര വിമലയെ ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് മുന്നിലെ ഡോർ തുറന്ന് കാറിൽ കയറി. കാറ് മുന്നോട്ട് പോകുമ്പോൾ മീരയെ കണ്ണിൽ നിന്നും മറയുന്നവരെ വിമല നോക്കി നിന്നു. മീര ദേവനെ നോക്കി. അവൻ അവളെ നോക്കിയില്ല ഒരു വട്ടം പോലും. ദേവനും മീരയും ചേർന്നുള്ള ആദ്യ യാത്രയായിരുന്നു അത്. അതുപോലും മൗനം നിറഞ്ഞ വേദന മാത്രം അവൾക്ക് സമ്മാനിക്കുന്ന യാത്രയായിരുന്നു. ആ യാത്രയിൽ ദേവനെ തന്നെ നോക്കിയിരുന്നു. കണ്ണുനീർ ഒഴുക്കി മീര. അത് കണ്ടിട്ടെങ്കിലും കാണാത്ത പോലെ ഇരുന്ന് ദേവൻ. കാർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടും ഇറങ്ങാതെ തന്നെ നോക്കിയിരിക്കുന്നവളെ നോക്കി ദേവൻ പറഞ്ഞു, റെയിൽവേ സ്റ്റേഷനെത്തി, ഇറങ്ങും. ദേവൻ അത് പറഞ്ഞതും മീര അവൻ്റെ കരങ്ങൾ പിടിമുറുക്കി. തന്നെ തനിച്ചാക്കി പോകരുതെന്ന് എന്നപേക്ഷിക്കുന്ന പോലെ. എന്നാൽ ദേവൻ ആ കരങ്ങൾ അവൽ നിന്നും എടുത്തു മാറ്റി. ഡോർ തുറന്ന് പുറത്തിറങ്ങി. എന്നിട്ടും ഇറങ്ങാതിരിക്കുന്ന കണ്ടതും ഡോർ തുറന്നു അവൻ തന്നെ അവളെ ഇറക്കി. ഒപ്പം അവളുടെ ടിക്കറ്റ് അവൾ നിന്ന് വാങ്ങി. പ്ലാറ്റ്ഫോം നമ്പർ, ട്രെയിൻ ഡീറ്റെയിൽസുമെല്ലാം നോക്കി. എന്നിട്ട് അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുന്നവളുടെ കരങ്ങൾ പിടിച്ചു മുന്നിലേക്ക് കൊണ്ടുവന്നു. നിർത്തിയിട്ട പാലക്കാട് പോകുന്ന ട്രെയിനിൽ മീരയുടെ പേര് നോക്കി. എന്നിട്ട് അവൻ തന്നെ അവളുടെ ബുക്ക് ചെയ്ത സീറ്റിൽ കൊണ്ടിരുത്തി. അവർ വന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ട്രെയിൻ എടുക്കാൻ ടൈമായിരുന്നു. ട്രെയിൻ ചെറുതായി നീങ്ങി തുടങ്ങുന്നത് കണ്ടതും മീരയ്ക്കുള്ളിൽ ഒരാളല്. അവൾ ദേവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. ദേവൻ അവളുടെ പിടി ബലമായി വിട്ടുകൊണ്ട് ട്രെയിനിൽ നിന്ന് വേഗത്തിൽ ചാടിയിറങ്ങി. ട്രെയിനിൽ വേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മീരയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവളുടെ കണ്ണുനീർ ഉച്ചത്തിലായതും അടുത്തിരുന്നൊരു മറ്റൊരു ഫാമിലിയിൽപ്പെട്ട അമ്മ അവളെ വന്ന് ചേർത്ത് പിടിച്ചു. അവളുടെ സീറ്റിലിരുത്തി. അപ്പോഴും അവൾ കരഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു.